ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മളെ കഴിഞ്ഞ ക്ലാസ് എന്താ പഠിച്ചത്? തായും ധാ പഠിച്ചു അല്ലേ? താ എന്ന് എഴുതാനും ധാ എന്ന് എഴുതാനും നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? താ ഥ അല്ലേ? ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അറിയോ? അടുത്ത വ്യഞ്ജനാക്ഷരമാണ്. ഏതെന്താണെന്നറിയോ? ദ. എന്താണ്? ദ. അതെങ്ങനെയാ എഴുതുന്നത്? നമ്മള് ട എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ട ഠ ഡ ഠ ണയിലെ ട എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് നമ്മൾ സി പോലെ തന്നെ ഇടുന്നു. പക്ഷെ സി ഇട്ടിട്ട് നമ്മൾ ഠ ഠ ഡ ഠ എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു കുനിപ്പ്, ഇവിടെ കുഞ്ഞു കുനിപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ചാൽ നമ്മൾ എന്തായി? ദ ആയി. എന്താണ്? ദ. ത ഥ ദ. ഇങ്ങനെ എഴുതിൽ എന്താണ് നമ്മൾ വായിക്കുക? അതിന് ദ. എങ്ങനെയാണത്? ഒരു സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. നമ്മൾ അക്ഷരമാലയിലെ ആൽഫബറ്റിലെ സി എന്ന് എഴുതുന്നു. അതിൽ കുഞ്ഞു കുനിപ്പിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനോട് ചേർത്ത് തന്നെ ഒരു സ്മോൾ സ്ലാൻഡിങ് ലൈനും ഇടുന്നു. ഇങ്ങനെയുള്ള ലെറ്റർ കണ്ടാൽ നമ്മൾ ഇതെന്താ പറയും? ദ. ഇനി ദ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 28 എടുക്കാം. അതിലെ ഫസ്റ്റത്തെ പിക്ചർ ഒന്ന് നോക്കൂ. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ? അതെന്താ? ഒരു വാനാണ് അല്ലേ? പക്ഷെ അത് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ, പച്ചക്കറികളും മറ്റുള്ള നമ്മള് സിമന്റും ഇതൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണോ അത്? അല്ല അല്ലേ? ഈ വണ്ടി എന്തിനു മാത്രം ഉപയോഗിക്കുന്നത്? എന്താണോ? നിങ്ങൾ പിക്ചർ നോക്കൂ. റെഡ് കളറിലാണ് അല്ലേ? അത് പക്ഷെ അത് പോകുമ്പോ ഒരു സൈറണൊക്കെ ഉണ്ടാവും. ആ സൈറൻ ഇട്ടോണ്ടാണ് ഈ വണ്ടിയൊക്കെ പോകുന്നത്. എന്താണെന്നറിയോ? അത് നമ്മളെവിടെയൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോഴേ ഈ വണ്ടി പോയിട്ടാണ്, അതിൽ നിറയെ വെള്ളം കൊണ്ടുപോയിട്ടാണ് തീ അണയ്ക്കുന്നത്. ആ തീ അണയ്ക്കുന്ന ആ വാഹനത്തിന് എന്താ പറയാ? ആ വെഹിക്കിളിന് എന്താ പറയാ അറിയോ? ഫയർ എഞ്ചിൻ എന്നാണ്. തീ അണയ്ക്കുന്ന ആ വെഹിക്കിളിന് എന്താ പറയാ? ഫയർ എഞ്ചിൻ. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയും അല്ലേ? ഫയർ എഞ്ചിൻ പറയും. അതിന് ഹിന്ദിയിൽ എന്താ പറയാന്നറിയോ? ദംകൽ. ഹിന്ദിയിൽ അതിന് എന്താ പറയാ? ദംകൽ. ദാസേ ദംകൽ. ദംകൽ എന്ന് പറഞ്ഞാൽ ഫയർ എഞ്ചിൻ. നമ്മുടെ വീട്ടിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ ഈ വണ്ടിയിലാണ് വന്നിട്ട് നിറയെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അവര് ഓസ് വെച്ചിട്ട് അമ്മ സ്പ്രേ ചെയ്തിട്ട് തീ അണയ്ക്കും. മനസ്സിലായില്ലേ? അതിനുപയോഗിക്കുന്ന ഫയർ എഞ്ചിനാണ് ഈ കാണുന്ന പിക്ചറിലുള്ളത്. അതിന് ഹിന്ദിയിൽ എന്ത് പറയും? ദംകൽ. ദാസേ ദംകൽ. എന്താണ് പറയൂ? ദാസേ ദംകൽ ഫയർ എഞ്ചിൻ. ഇനി അടുത്തൊന്ന് നോക്കൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നിങ്ങളുടെ വീടിനകത്തേക്ക് കടക്കണമെങ്കിൽ ഇതിലൂടെ വേണം നിങ്ങൾക്ക് കടക്കാൻ. എന്താണത്? നിങ്ങളുടെ വീട്ടിലേക്കെന്നല്ല, എവിടേക്ക് കടക്കണമെങ്കിലും ഈ ഒരു സാധനത്തിലൂടെ ഉള്ളിലൂടെ മാത്രം കടന്നാലേ ഏതൊരു ബിൽഡിങ്ങിന്റെ അകത്തും കയറാൻ പറ്റുള്ളൂ. എന്താണത്? ഡോർ അല്ലേ? ഡോറിന് എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയാ? ദർവാസ. എന്താണ് ഡോറിനെ പറയുന്നത് ഹിന്ദിയിൽ? ദർവാസ. ദാസേ ദർവാസ. എന്താണ് പറയുന്നത്? ദാസേ ദർവാസ. ഡോർ. വാതിലിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ദർവാസ. ദാസേ ദർവാസ. അപ്പൊ നമ്മൾ ദാ വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ പഠിച്ചില്ലേ? എന്താണ്? ദാസേ ദംകൽ ഫയർ എഞ്ചിൻ. ഇനി അടുത്ത എന്താ? ദാസേ ദർവാസ. ദർവാസ എന്ന് പറഞ്ഞ ഡോർ. ഇനി അപ്പൊ നമ്മൾ തായും ധായും ദായും പഠിച്ചു. ഇനി അടുത്തത് ഏതാണെന്നറിയോ? ധ. അത് എങ്ങനെയാണെന്നറിയോ എഴുതുന്നത്? ഇങ്ങനെ കുനിപ്പിട്ടിട്ട് വീണ്ടും സീനെ തിരിച്ചെഴുതുന്നു. ദെൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ധ. എങ്ങനെയാണ്? കുനിപ്പിട്ടിട്ടുള്ള സീനെ തിരിച്ചെഴുതുന്നു. വീണ്ടും അതിനോടുകൂടി കുറച്ചുകൂടെ വലിയൊരു സി എഴുതുന്നു. ദെൻ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ധ. നീ ധ വെച്ചിട്ട് വരുന്ന വാക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ പണ്ട് രാജാക്കന്മാരൊക്കെ നായാട്ടിന് പോകുന്നതൊക്കെ ചിലപ്പോൾ സിനിമയിലോ മറ്റുള്ളതിലൊക്കെ നിങ്ങൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? രാമായണോ മഹാഭാരതമൊക്കെ TV-യിൽ കണ്ടവരുണ്ടാവും അല്ലേ? അപ്പൊ അവര് യുദ്ധം ചെയ്യുമ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ട്, നമ്മുടെ ബാഹുബലിയിലൊക്കെ ഉണ്ട്. നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് വരുന്ന ഈ പിക്ചറിൽ കാണുന്ന സാധനം ഉപയോഗിച്ചിട്ടൊക്കെ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ അത്? എന്താണത്? വില്ലാണ് അല്ലേ? അമ്പും വില്ലും. നിങ്ങളൊക്കെ ചിലപ്പം ഈർക്കില് കൊണ്ടൊക്കെ അമ്പും വില്ലും ഉണ്ടാക്കി കളിക്കാറില്ലേ? ചേട്ടനെയും ചേച്ചിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെ അമ്പും വില്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈർക്കില് കൊണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിടാറില്ലേ? ആ വില്ലിന് എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയാ? ധനുഷ്. ധാസേ ധനുഷ്. ബോ. ഇംഗ്ലീഷ് അതിന് ബോ എന്ന് പറയും. വില്ല്.
അതിന്റെ അമ്പ് വേറെയാണ്. അമ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇതുപോലെ ഇങ്ങനെ ഒരു ആരോ ഒക്കെ ഉള്ള സാധനമാണ് അതിന്റെ അമ്പെന്ന് പറയുന്നത്. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ ഇതെന്താ? അത് അമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സാധനത്തിനാന്ന് പറയുന്നത് ബോ, വില്ല്. മനസ്സിലായില്ലേ? ആ വില്ലുകളിലൂടെയാണ് നമ്മൾ ഈ അമ്പ് ചെയ്യുന്നത്. മറ്റൊരാളുടെ നേരിട്ട് അമ്പ് വയ്ക്കുന്നത് ഏതാണ്? ഈ ബോയിലൂടെയാണ്, വില്ലിലൂടെ. അതിനെ ഹിന്ദിയിൽ എന്താ പറയും? ധനുഷ്. ദാസേ ധനുഷ് എന്ന് ഹിന്ദിയിൽ പറയും. മനസ്സിലായി? അപ്പൊ ധ വെച്ചിട്ട് വരുന്ന വാക്ക് ഏതാണ്? ഒരു വാക്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പേജ് നമ്പർ 29 ധ വെച്ചിട്ട് വരുന്ന, ഈ ലെറ്റർ വെച്ചിട്ട് വരുന്ന ഒരു വാക്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എന്താണത്? ധനുഷ്, വില്ല്, ബോ. ധാസേ ധനുഷ്. അപ്പൊ ഇനി നമ്മൾ തായും ധായും പഠിച്ചു. ഇനി അടുത്തത് ഈ വ്യഞ്ജനാക്ഷരത്തിൽ അടുത്തത് നമ്മൾ പഠിക്കാൻ അറിയോ? ന. എന്താണത്? ന. അത് എങ്ങനെയാണ് എഴുതുന്നത് അറിയോ? ഇങ്ങനെ കുനിപ്പിട്ടിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. അതിനോട് കൂടെ ചേർത്ത് തന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈന് വരയ്ക്കുക. ഇങ്ങനെ കണ്ടാൽ നമ്മൾ എന്ത് പറയും? ന. എന്താണത്? ന. അതെങ്ങനെയാണ്? കുനിപ്പിടുന്നു, എന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു, ദെൻ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന. ഇനി ന വെച്ചിട്ട് വരുന്ന നമ്മൾക്ക് ഒരു വേർഡ് നോക്കാം. പേജ് നമ്പർ 29 തന്നെയുണ്ട്. നാസേ. അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ, വെള്ളം വരുന്നത് ഇതിലൂടെയാണ്. നമ്മൾ പൈപ്പിൽ നിന്നായാലും ഒക്കെ എന്ത് ചെയ്യും? വാട്ടർ ടാങ്കിൽ നിന്നൊക്കെ വെള്ളം പിടിക്കുന്നത് ഈ സാധനത്തിലൂടെയാണ്. അതെന്താണത്? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? അതിനെന്താ പറയുന്നത്? നമ്മള് ടാപ്പ് അല്ലേ? ടാപ്പ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നമ്മൾ അതിന് എന്ത് പറയും? ടാപ്പ് എന്ന് തന്നെ പറയും. പക്ഷെ ഹിന്ദിയിൽ അതിന് എന്താണെന്നറിയാ പറയാ? നൽ. നാസേ നൽ. നൽ എന്നാണ് ടാപ്പിന് ഹിന്ദിയിൽ പറയുന്നത്. എന്താണ്? നാസേ നൽ. നാസേ നൽ. അപ്പോൾ നമ്മൾ വരെ പഠിച്ചു. അത് വെച്ചിട്ട് വരുന്ന വാക്കുകളും നമ്മൾ പഠിച്ചു. നിങ്ങൾ ഇതെല്ലാം നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പേജ് നമ്പറിന്റെ താഴെയുള്ള ഈ ലെറ്റേഴ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കൊടുക്കണം. ഓക്കെ?